അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നെസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് മെയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മെയിലിനെയാണ് മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിത് ഈ ബൗളിലാണ് കേട്ടോ നമ്മുടെ മെയിൽ ബീറ്റ ഫിഷിനെ ഇടാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇടാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബദാമിൻ്റെ ഇലയാണ്. അപ്പം ബദാമിൻ്റെ ഇല ഫൈറ്റർ ഫിഷുകൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് വേണം ഇടാൻ. ഈ റോഡ് സൈഡിലൊക്കെ കിട്ടുന്നതായതുകൊണ്ട് പൊടിയെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട്. എന്നിട്ട് ഇത് ബൗളിലേക്ക് ജസ്റ്റ് മുക്കി വെച്ചാൽ മതി കേട്ടോ, വെറുതെ മുക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ മെയിൽ ബീറ്റ ഫിഷിനെ പോയി പിടിക്കാം. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് മെയിൽ ബീറ്റ ഫിഷിൻ്റെ കയ്യിൽ കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ബൗൾ കൊണ്ടുപോയി ഇടാം. ഇപ്പോൾ നമ്മൾ മെയിൽ ബീറ്റ ഫിഷിനെ ബൗൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിരുന്ന ഇൻഫോസോരിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് കൊടുക്കാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് കാണിച്ചു തരാം ഇതിനകത്ത് ഇൻഫോസോറി ഉണ്ടോ ഇല്ലയോ എന്ന് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ പൊട്ട് പോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ്. ഈ ബാക്ടീരിയകളെയാണ് നമ്മൾ ഇൻഫോസോരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഇങ്ങനത്തെ ഒരു ഡ്രോപ്പർ എടുത്തിട്ടാണ് കേട്ടോ ഈ മീനിനൊക്കെ ഫുഡ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ചെടുത്തിട്ട് ടബിൻ്റെ ഓരോ വശത്തായിട്ടും ഓരോരോ തുള്ളിയായിട്ട് ഇടുക. അപ്പോൾ ടബിലുള്ള എല്ലാ ഭാഗത്തേക്കും ഇൻഫോസോരിയ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ എടുക്കാനായിട്ട് പറ്റും ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.